الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله الذي هدانا إلى الملة الحنيفية وأنحلنا من حمية قوله تعالى ولقد كرمنا بني آدم والسرية وعلنا من إتقان خصوص قوله تعالى كنتم خير أمة أخرجت للناس صادقة حنية وأمرنا بحبيبه المصطفى من الجبلة البشرية محمد المبعوث بالدين الحق المؤيد بالآيات الظاهرات العلية فسبحان من سيد أركان دينه بالنبي وأصحابه الذين وصلهم بقوله تعالى محمد رسول الله صلى الله عليه وسلم والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم بوجوههم من أثر السجود ذلك مثلهم بالتوراة ومثلهم بالإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراء ليغيظ بهم الكفار الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما وفضل من أصحابه المجاهدين وذلك قوله تعالى وفضل الله المجاهدين على القائدين أجرا عظيما درجات منه مغفرة ورحمة وكان الله غفورا رحيما وفضل منهم الشهداء الذين فضلوا لله وللرسول نفوسهم الزكية وشرفهم وجعل في قراءة أسمائهم وترسل بهم فوائد جرية رضي الله عنهم ونفعنا بهم في الدارين ببركتهم العلية وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. رضي الله عنا بالوالدين رضي الله عنهم رضي الله عنا بالوالدين رضي الله عنا رضي الله عنا بالوالدين رضي الله عنهم سلام وتسليم وأزكى تحيتي على المصطفى المختار خير البرية على الإله الحمد في كل لحظة على ما هدانا خير بالتي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ربنا فضلا علينا برحمته بالهدى مال صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية رسول دعا الكفار بالحق والهدى فقد كذبوا الموت نالوا بجملته صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ومنعوا منه وقوله وملكوا بأنواع تعليم وصنع في الأمة صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وأيده بالمعجزات وبالهدى
പെടുത്തല്ലേ അല്ലാഹ് ആലിമീൻ പെടുത്തല്ലേ അല്ലാഹ് ആയിനീൻ പെടുത്തല്ലേ അല്ലാഹ് പടച്ചവനെ സാഹിനികളെ ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ കാക്കണേ അല്ലാഹ് ആയിനീങ്ങളെ ആയിനെ തൊട്ട് കാക്കണം അല്ലാഹ് പടച്ചവനെ മാക്കിനീങ്ങളെ മക്കളിൽ നിന്ന് കാക്കണം അല്ലാഹ് ആലിമീങ്ങളെ മുന്നിനെ തൊട്ട് കാക്കണം അല്ലാഹ് ഹസദീങ്ങളെ ഹസദിൽ നിന്ന് കാക്കണം അല്ലാഹ് യജമാനനായ അല്ലാഹ് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ കൽബകത്ത് ഒരുപാട് മുറാദുകൾ ഉണ്ടല്ലോ അല്ലാഹ് ഈ മജ്ലിസ് ഇവിടെ നടത്തുന്ന ഷാജാൻ ഉസ്താദിനെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണം അല്ലാഹ് ഉസ്താദി മജ്ലിസ് ഇവിടെ നടത്തുന്ന ഏതാവശ്യവും നീ അറിയുമല്ലോ അല്ലാഹ് മജ്ലിസ് കാരണമായ എല്ലാ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് എല്ലാ സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ് ആയിനെ തൊട്ട് കാക്കണേ അല്ലാഹ് മജ്ലിസ് ഇവിടെ സുബൂത്താക്കണേ അല്ലാഹ് പടച്ചവനെ ഹത്തൽ ഖിയാമ സന്താന പരമ്പര നിലനിർത്തി കൊടുക്കണം റഹ്മാനേ മജ്ലിസ് കാരണമായ ഞങ്ങൾ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ് മഹല്ലത്തിൽ അഭിവൃദ്ധി നൽകണം അല്ലാഹ് ഐശ്വര്യം നൽകണം അല്ലാഹ് റാഹത്ത് നൽകണം അല്ലാഹ് സന്തോഷം നൽകണേ അല്ലാഹ് യജമാനനായ അല്ലാഹ് കൽബകത്ത് ഒരുപാട് മുറാദുകൾ ഉണ്ടല്ലോ അല്ലാഹ് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണം അല്ലാഹ് ഇതിനെ വിജയിച്ച എല്ലാ ഖൈറാത്തുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് നബി കാവലി ചോദിച്ച എല്ലാ ശർറിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാഹ് എല്ലാ മുസീബത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പലരും ഖബറിലുണ്ടല്ലോ അല്ലാഹ് ഇവിടെ ഓതിയതിന്റെ വിധിതവാബുള്ള അവരുടെ ഖബറിടത്തിൽ എത്തിക്കണേ അല്ലാഹ് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ് എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ് വിരിച്ചു കൊടുക്കണേ അല്ലാഹ് ഭക്ഷണപാനീയങ്ങൾ നൽകണേ അല്ലാഹ് വളർച്ചവരെ ഞങ്ങളെ എല്ലാവരും രക്ഷപ്പെടുത്തണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് പഠിക്കുന്ന മക്കളുണ്ടല്ലോ അല്ലാഹ് ബുദ്ധി നൽകണേ അല്ലാഹ് ഓർമ്മശക്തി നൽകണേ അല്ലാഹ് വളർച്ചവരെ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളുണ്ടല്ലോ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് സന്തോഷം നൽകണേ അല്ലാഹ് വിദേശത്ത് ജോലിയുള്ളവർ പഠിച്ചവനെ പലരെയും മജ്ലിസിലേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ് അവരെല്ലാം മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് ഒരുപാട് പേര് ഈ മജ്ലിസിലേക്ക് പലരും ദുആക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ് എല്ലാവരുടെ ഖൽബ് നീ അറിയുമല്ലോ അല്ലാഹ് എല്ലാവരുടെ മുറാദ് നീ അറിയുമല്ലോ അല്ലാഹ് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് കൂടിയ പലർക്കും പരമാവധി വിഷമങ്ങൾ ഉണ്ടല്ലോ അല്ലാഹ് രോഗങ്ങളുള്ളവരുണ്ടല്ലോ അല്ലാഹ് ദൂരവേദന ഉള്ളവരുണ്ടല്ലോ അല്ലാഹ് മുട്ടുവഴക്കാൻ പറ്റാത്തവരുണ്ടല്ലോ അല്ലാഹ് പരമാവധി മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടല്ലോ അല്ലാഹ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ അല്ലാഹ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടല്ലോ അല്ലാഹ് പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ് ഒരുപാട് ഉമ്മമാര് ഇതിന് ആമീൻ പറയുന്നുള്ളൂ അല്ലാഹ് അവരെല്ലാം മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ് ഒരുപാട് ചെറുപ്പക്കാർ മനുഷ്യരുണ്ടല്ലോ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ് ദുആസ് നൽകണം അല്ലാഹ് ഇന്നത്തെ ജമാഅത്തിൽ വക്താക്കളാക്കണേ അല്ലാഹ് ഞങ്ങളെ ആരെയും കള്ളക്കേസിൽ കൊടുക്കല്ലേ അല്ലാഹ് മാനക്കേടിപ്പെടുത്തല്ലേ അല്ലാഹ് നാണക്കേടിപ്പെടുത്തല്ലേ അല്ലാഹ് അപകടങ്ങളിൽപ്പെടുത്തല്ലേ അല്ലാഹ് അവരുടെ മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് ഇതിനുള്ള മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് ശാരീരിക മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ് നീ ഞങ്ങൾക്ക് എല്ലാവിധ കാവൽ നൽകണേ അല്ലാഹ് ഹബീബായ തങ്ങളുടെ കാവൽ നൽകണേ അല്ലാഹ് അവരുടെ മദദ് വേണം അല്ലാഹ് അവരുടെ ദുആ വേണമല്ലോ അല്ലാഹ് ഹബീബിനെ പറയുന്ന മജ്ലിസ് നടത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഹബീബിന്റെ പേരിൽ മജ്ലിസ് എടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഈ മജ്ലിസ് എന്നോ ഇവിടെ നിലനിർത്തണേ അല്ലാഹ് മദീനയുടെ കാവലുള്ള വീടുകളാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഭവനങ്ങളിലെല്ലാം മദീനയുടെ കാവൽ നൽകണേ അല്ലാഹ് മദീനയുടെ ഹിമായത്ത് നൽകണേ അല്ലാഹ് മദീനയുടെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് പലമായ ജോലിയിൽ ഏർപ്പെട്ടവരുണ്ടല്ലോ അല്ലാഹ് പഠിച്ചവനെ കൂലിപ്പണി ചെയ്യുന്നവരുണ്ടല്ലോ അല്ലാഹ് ബിസിനസ് ചെയ്യുന്നവരുണ്ടല്ലോ അല്ലാഹ് വാഹനം ഓടിക്കുന്നവരുണ്ടല്ലോ അല്ലാഹ് പല ജോലിയിൽ ഏർപ്പെട്ടവരുണ്ടല്ലോ അല്ലാഹ് ഓരോരുത്തരെയും ജോലി നീ അറിയുമല്ലോ അല്ലാഹ് ജോലിയിലെ കൂലിയിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ് ഖൈർ നൽകണം അല്ലാഹ് സന്തോഷം നൽകണം അല്ലാഹ് പഠിച്ചവനെ കൂട്ടുകുടുംബത്തെ ഒരുമിച്ച് കൂട്ടി ഒരു മജ്ലിസ് നടത്തി ഉസ്താദിനെയും കുടുംബത്തിനെ അനുഗ്രഹിക്കണേ അല്ലാഹ് കുടുംബക്കാരെ അനുഗ്രഹിക്കണം അല്ലാഹ് ഉസ്താദിന്റെ വാപ്പ ഖബറിലാണല്ലോ അല്ലാഹ് പഠിച്ച ബന്ധുമിത്രാദിൽ പലരും ഖബറിലുണ്ടല്ലോ അല്ലാഹ് എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് റഹ്മത്ത് നൽകണേ അല്ലാഹ് ഓരോരുത്തരുടെ കുടുംബത്തിന് പലരും ഖബറിലുണ്ടല്ലോ അല്ലാഹ് എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് റഹ്മത്ത് നൽകണം അല്ലാഹ് ഉസ്താദിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ അറിയുമല്ലോ അല്ലാഹ് എല്ലാം മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയ ഭക്ഷണങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ് അതെല്ലാം ഔഷധമാക്കണം അല്ലാഹ് മദീനയുടെ കാവലുള്ള ഭക്ഷണമാക്കണം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ മദീനയുടെ ഹിഫ്ദ് ഹിമായത്ത് നൽകണം അല്ലാഹ് മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ് ആഫിലീങ്ങളാക്കണം അല്ലാഹ് ആലിമീങ്ങളാക്കണം അല്ലാഹ് ഞങ്ങളുടെ മക്കൾ
മക്കൾക്ക് നീ പൂർണ്ണ ബുദ്ധി നൽകണം അല്ലാഹ്, ഓർമ്മശക്തി നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ ഹാഫിളീങ്ങളായ ഹാഫിളത്തുകളായ മക്കൾക്ക് നീ എല്ലാവിധ പൂർണ്ണ ബുദ്ധി നൽകണം അല്ലാഹ്, ഓർമ്മശക്തി നൽകണം അല്ലാഹ്. എല്ലാവരെയും അനുഗ്രഹിക്കണം അല്ലാഹ്. നീ പരിശുദ്ധമായ ഖുർആന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ച ഉസ്താദന്മാരുണ്ടല്ലോ അല്ലാഹ്, അവരെല്ലാവരെയും ഇൽമിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്, ഇൽമിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്, ഇൽമിൽ ഇൽമു നൽകണം അല്ലാഹ്. എല്ലാവിധ ഖൈറാത്തുകളും നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണം അല്ലാഹ്, ഐക്യം നൽകണം അല്ലാഹ്, സഹോദരൻ കൂട്ടിയുറപ്പിക്കണം അല്ലാഹ്, റാഹത്ത് നൽകണം അല്ലാഹ്. ആരോടും പകയില്ലാത്ത ഖൽബിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. എല്ലാ ഫിത്ന ഫസാദിൽ നിന്ന് കാക്കണേ അല്ലാഹ്, എല്ലാ ഇടയിൽ മുസീബത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ഐശ്വര്യത്തിലും റാഹത്തിലും ആക്കണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾ വാഹനങ്ങൾ ഓടിക്കുന്നവരും സഞ്ചരിക്കുന്നവരുമാണല്ലോ അല്ലാഹ്, അപകടങ്ങളിൽപ്പെടുത്തല്ലേ അല്ലാഹ്, അപകടമരണം നിന്ന് കാക്കണേ അല്ലാഹ്, ശാരീരിക മരണം നിന്ന് കാക്കണേ അല്ലാഹ്, ഇങ്ങനെയുള്ള മരണം നിന്ന് കാക്കണേ അല്ലാഹ്, ആരാവിയാൽ രോഗം നിന്ന് കാക്കണേ അല്ലാഹ്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, യജമാനനായ അല്ലാഹ് ബദീങ്ങളുടെ ഹക്ക് കൊണ്ട് കാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കും ഞങ്ങൾക്ക് അവസരം നൽകണം പോയവർക്ക് വീണ്ടും പോകാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് പലരും പോയി വന്നവരുണ്ടല്ലോ അല്ലാഹ്, എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്, എല്ലാം ഇജാബത്തുള്ളതാക്കണേ അല്ലാഹ്. വീണ്ടും പോകാൻ അവർക്കും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. പരിശുദ്ധമായ ഹറമൈൻ ശരീഫിലെത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം നൽകണം അല്ലാഹ്. ഹലാലായ സമ്പത്ത് നൽകണം അല്ലാഹ്, ആവൽ നൽകണം അല്ലാഹ്, വലുതായ എല്ലാ കവാടം തുറക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മയ്യത്ത് വെച്ച് ഗലവേശിക്കുന്ന അവസ്ഥയിലാക്കല്ലേ അല്ലാഹ്, മയ്യത്ത് വലിച്ചുവാരി പായൽ കെട്ടുന്ന അവസ്ഥ തരല്ലേ അല്ലാഹ്, മയ്യത്ത് ദുർഗന്ധം വഹിക്കുന്ന അവസ്ഥ തരല്ലേ അല്ലാഹ്, ഞങ്ങളുടെ മയ്യത്ത് കോലം മറിക്കുന്ന അവസ്ഥയിലാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. അത്തരത്തിലുള്ള ഗതികളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബത്തെയും കാക്കണേ അല്ലാഹ്, മഹല്ല് നിവാസികളെ കാക്കണം അല്ലാഹ്, മഹല്ലത്തിൽ അഭിവൃദ്ധി നൽകണം അല്ലാഹ്, ഐശ്വര്യം നൽകണം അല്ലാഹ്, റാഹത്ത് നൽകണം അല്ലാഹ്, തൊഴിലും കൂലിയിലും അഭിവൃദ്ധി നൽകണം അല്ലാഹ്, ഐശ്വര്യം നൽകണം അല്ലാഹ്. മജ്ലിസ് കാരണമായി ഞങ്ങൾ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. മജ്ലിസ് നടത്തി ഉസ്താദിനും കുടുംബത്തെയും അനുഗ്രഹിക്കണം അല്ലാഹ്, എല്ലാ മുറാദുകളും ഉസ്താദിന്റെ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. പടച്ചവൻ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെല്ലാം മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റണേ അല്ലാഹ്. പടച്ചവനെ സൗണ്ടുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ അല്ലാഹ്, ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉണ്ടല്ലോ അല്ലാഹ്. ഈ മജ്ലിസ് കാരണമായി പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ഷാഫിയായ അല്ലാഹ്, ഷാഫിയായ അല്ലാഹ്, ഈ ശിഫ നൽകണം അല്ലാഹ്, റാഹത്ത് നൽകണം അല്ലാഹ്. അല്ലാഹു അക്ബർ. سيدنا محمد صلى الله عليه وسلم، سيدنا محمد صلى الله عليه وسلم، سيدنا محمد صلى الله عليه وسلم، المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات آمين برحمتك يا أرحم الراحمين. اللهم صل على